ഇന്നത്തെ കോപ്പ് ടോക്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും മാധ്യമങ്ങൾ അതിനെ കൈകാര്യം ചെയ്ത രീതിയും സഹകരണ മേഖലയും ഈ മാധ്യമവേട്ടയും എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരു ഡിസ്കഷനാണ് പ്രധാനമായും കോപ്പ് ടോക്സിലൂടെ ഇന്ന് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ സുശക്തമായ സഹകരണ മേഖലയിലെ ഒരു കറുത്ത പാടാണ് കരുവന്നൂർ എന്നുള്ളതിന് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും എന്തെങ്കിലും സംശയമുള്ള ഒരു കാര്യമല്ല. കരുവന്നൂർ തീർച്ചയായും ഏറ്റവും മോശം മാതൃകയാണ് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് തീർത്തത്. എന്നാൽ ഇന്ന് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എത്തി നിൽക്കുന്ന ഏറ്റവും ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLO കോടതിയിൽ സമർപ്പിച്ച അന്തിമ കുറ്റപത്രം ഇന്ന് മാധ്യമങ്ങളിലെ മുഖ്യ വാർത്തയായി മാറിയിരിക്കുന്നു. ഈ വാർത്ത പ്രധാനമായും ശ്രദ്ധിക്കുമ്പോൾ അഴിമതിക്കെതിരായ ഒരു യുദ്ധപ്രഖ്യാപനമോ ഒരു അഴിമതി വിരുദ്ധ ചർച്ചകളോ സംഘടിപ്പിക്കുന്നതിന് പകരം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ CPMനെയും CPMന്റെ തൃശൂർ ജില്ലയിലെ സമുന്നതരായ 3 നേതാക്കളെയും പ്രതി ചേർത്തുകൊണ്ട് CPMനെ പ്രതി ചേർത്തുകൊണ്ട് കേവലം ഒരു നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി പെട്ടെന്ന് പടച്ചുകൂട്ടിയത് എന്ന് തോന്നും പോലെ ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു കുറ്റപത്രം ഉടനെ സമർപ്പിക്കപ്പെട്ടു എന്ന ചർച്ച മാധ്യമലോകത്തും നിഷ്പക്ഷമതികളുടെ ഇടയിൽ ഉയർന്നു വരികയാണ്. ഒരുപറ്റം മാധ്യമങ്ങൾ ഇത് CPMനെ ആക്രമിക്കാനുള്ള ഒരു വടിയായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിഷ്പക്ഷമതികളെ സംബന്ധിച്ച് അവർ ഏറെ കൗതുകത്തോടു കൂടിയാണ് ഈ കേസിനെ നോക്കിക്കാണുന്നത്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ പ്രതിയാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിയാക്കിക്കൊണ്ട് ED പോലുള്ളൊരു ഏജൻസി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അത്തരം കേസിൻ്റെ നിലനിൽപ്പ് തന്നെ കോടതിയിൽ എന്താണ് എന്ന് പഠിക്കാതെ ഒരു ഉറപ്പുമില്ലാത്ത ഒരു കുറ്റപത്രവുമായി ED മുന്നോട്ട് പോകുന്നു എന്ന നിഗമനത്തിലാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ എത്തിച്ചേരുന്നത്. സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പൊളിറ്റിക്കൽ ഡെമോക്രസി നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ രാജ്യത്താവട്ടെ സംസ്ഥാനത്താവട്ടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ ഭരണരാഷ്ട്രീയ കാര്യങ്ങളിലെല്ലാം മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ ഭരണം നിയന്ത്രിക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. എന്നാൽ ദൈനംദിന ഭരണത്തിൽ ഇടപെട്ടുകൊണ്ടല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതിൻ്റെ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പാർലമെന്ററി ജനാധിപത്യത്തിൽ കറക്റ്റീവ് ഫോഴ്സായി നിയന്ത്രിക്കുന്ന പാർട്ടി മാറുകയാണ് ചെയ്യുക. വിശിഷ്യ CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് അറിയാവുന്ന ആളുകൾക്കറിയാവുന്ന വസ്തുതാപരമായ കാര്യം ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിലും ദൈനംദിന പ്രവർത്തനത്തിലും ഇടപെടുന്ന ഒരു സംഘടനാ രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനില്ല എന്ന് CPM രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം അറിയാവുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി സബ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിരീക്ഷണം ഉണ്ടാവാറുണ്ട്. അത് പൊതുവായ മാനദണ്ഡങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ നല്ല നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന് ഗുണകരമായി സഹകാരികൾക്ക് ഗുണകരമായി ആ സഹകരണ പ്രസ്ഥാനത്തെ എങ്ങനെ മാറ്റി തീർക്കാം എന്നുള്ള കാര്യത്തിൽ എത്രത്തോളം രാഷ്ട്രീയ ഇടപെടലുകളാവാം എന്നുള്ളത് നിയന്ത്രിക്കാൻ വേണ്ടിയും അതിന് രൂപരേഖ ഉണ്ടാക്കാൻ വേണ്ടിയും പൊതുമാർഗനിർദ്ദേശം ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് ഈ പൊളിറ്റിക്കൽ സബ് കമ്മിറ്റികളും സഹകരണ മേഖലയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രധാനപ്പെട്ട സംഘടനാ സംവിധാനങ്ങളുമെല്ലാം ഇടപെടുന്നത്. അല്ലാതെ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെയും ദൈനംദിന പ്രവർത്തനത്തിൽ വായ്പ കൊടുക്കുന്നതിനകത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി ഇടപെടുക, ഏരിയ സെക്രട്ടറി ഇടപെടുക, ഇത്തരം രീതികളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ച് അറിയാവുന്ന ആളുകൾക്കെല്ലാം അറിയാം. ഇത്തരം ഒരു രീതി കേരളത്തിൽ ഒരു സഹകരണ സ്ഥാപനത്തിലും ഇല്ല, കരുവന്നൂർ ബാങ്കിലും ഇല്ല, ഒരു കോപ്പറേറ്റീവ് ബാങ്കിലും ഇല്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. പ്രശ്നം എന്താ? സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ അതായത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടപെടും. അവിടെ ആളുകളെ നിയമിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടപെടാറുണ്ട്. ഒരു സ്ഥാപനത്തിൽ എത്ര പേരെ നിയമിക്കണം, മുഴുവൻ ആളുകളെ നിയമിച്ചു കൂട്ടാൻ കഴിയില്ല. അത്തരം നിയമന കാര്യങ്ങളിൽ ചില അഭിപ്രായങ്ങൾ രൂപീകരിക്കാറുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഇന്ന് അത്തരം കാര്യങ്ങളിൽ പോലും വലിയ പരിമിതിയുടെ ലോകം ഉയർന്നു വന്നു കഴിഞ്ഞു. ഇന്ന് എക്സാമിനേഷൻ ബോർഡ് പോലുള്ള സംവിധാനങ്ങളെ സുശക്തമാക്കിക്കൊണ്ട്
കേരളത്തിലെ സഹകരണ വകുപ്പ് വളരെ സുതാര്യമായി സഹകരണ മേഖലയിലെ നിയമനങ്ങളിലെല്ലാം കൂടുതൽ ശരിയായ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ നിയമന രംഗത്ത് അഴിമതി ഇല്ലാതാക്കിയ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് കേരളത്തിലെ ഇന്നത്തെ സർക്കാർ. അതിൽ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നിർണായക പങ്കാണ് CPM പോലുള്ള പ്രസ്ഥാനങ്ങൾ വഹിക്കുന്നത്. ഇപ്പോൾ കൗതുകകരമെന്ന് പറയട്ടെ, പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായി 3 പേർ ചുമതല വഹിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അവർ പ്രതിയാക്കപ്പെടുകയാണ്. തെറ്റായ പൊളിറ്റിക്കൽ സന്ദേശമാണ് കരുവന്നൂർ കേസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ഇന്ത്യയിലെ അന്വേഷണ സംവിധാനത്തിനും നൽകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ CPMന്റെ തിളങ്ങുന്ന മുഖം, കേരള രാഷ്ട്രീയത്തിലെ CPMന്റെ തിളങ്ങുന്ന മുഖം, മുൻ നിയമസഭാ സ്പീക്കർ, എല്ലാവരും ആരാധിക്കുന്ന സത്യസന്ധതയുടെയും ന്യായവാദത്തിൻ്റെയും പ്രതിനിധിയായ കെ രാധാകൃഷ്ണൻ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു. ആ എഴുതിയ EDയുടെ മഷി ഉണങ്ങുന്നതിൻ്റെ അത്രയും ലാഘവത്തോടെ ഏതൊരാളുടെ മനസ്സിലും ഈ കെ രാധാകൃഷ്ണൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ അതിന് നിലനിൽപ്പില്ല. എഴുതി തീരുന്ന മഷി ഉണങ്ങും വേഗതയിൽ ആ ആക്ഷേപം ഒലിച്ചു പോകും. സഖാവ് വർഗീസ്, MM വർഗീസ് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു. മുൻ ജില്ലാ സെക്രട്ടറി, ഇപ്പോഴത്തെ സംസ്ഥാന കമ്മിറ്റി അംഗം. ഈ കഴിഞ്ഞ ആഴ്ച സഖാവ് MM വർഗീസിനെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കാണാൻ എനിക്ക് അവസരമുണ്ടായി. സാധാരണക്കാരിൽ സാധാരണക്കാരായി അവിടെ മാറിയിരുന്ന് ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന MM വർഗീസിൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചു പോകുന്ന ആളാണ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച. MM വർഗീസിനെ പോലുള്ള അതിലാളിത്യത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കളെ അവരെല്ലാം അഴിമതിക്കാരാണ് എന്ന് വരച്ചു കാട്ടാൻ ഒരു ED രാഷ്ട്രീയവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കും ഒന്നും പ്രയോഗിച്ചാൽ കേരളീയ സമൂഹത്തിൽ ഇവരെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ മുൻ മന്ത്രി AC മൊയ്തീൻ, നിസ്വാർത്ഥമായ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായ AC മൊയ്തീനെ പോലുള്ള ആളുകളെ അവർ അഴിമതിക്കാരാണ്, അവർ സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞാൽ ഒരു തെളിവിൻ്റെയും പിൻബലമില്ലാതെ കേവലം നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിന് മാത്രം ലാക്കാക്കിക്കൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു കുറ്റപത്രവുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ സംവിധാനങ്ങളിൽ ഒന്ന് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, നിരന്തരം സുപ്രീം കോടതി പോലുള്ള നമ്മുടെ ഏറ്റവും വലിയ നീതിപീഠത്തിൻ്റെ വിമർശനം ഏറ്റുവാങ്ങുന്ന ഏജൻസിയായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മാറുന്നു. മാത്രവുമല്ല, സമർപ്പിക്കപ്പെട്ട കുറ്റപത്രങ്ങൾ എത്ര എണ്ണം തെളിയിക്കപ്പെട്ടു, എത്ര പേർ ശിക്ഷ വാങ്ങിയെന്ന് പരിശോധിച്ചാൽ തെളിയിക്കപ്പെടാത്ത കുറ്റങ്ങൾ ആരോപിക്കുന്ന ഏജൻസിയായി ED മാറിയിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ തെളിവ് ഹാജരാക്കി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന വിജയസാധ്യതയുടെ കാര്യത്തിൽ വളരെ കുറഞ്ഞ റേറ്റിംഗ് ഉള്ള ഒരു ഏജൻസിയാണ് ഇന്ന് ED. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിലാണെങ്കിൽ ഒരു വ്യാപാരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കേസ് ഒതുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏജന്റുമാർ രംഗപ്രവേശം ചെയ്യുന്ന ഒരു അന്വേഷണ ഏജൻസിയുടെ ഭാഗമായി ചില ഏജന്റുമാർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു എന്ന ആക്ഷേപം ഉൾപ്പെടെ EDക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ വിശ്വാസ്യതയില്ലാത്ത ഒരു ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെയും തകർത്ത് കളയാം എന്ന കേവല വ്യാമോഹം മാത്രമാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്ന് ഇതിൻ്റെ ബാലപാഠം അറിയാവുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. മറ്റൊന്ന്, ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായപ്പോൾ തന്നെ മുഖം നോക്കാതെ നടപടിയെടുത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. കേരളത്തിലെ സഹകരണ വകുപ്പ് അതിശക്തമായ അന്വേഷണം നടത്തി, അതിൻ്റെ നഷ്ടം കണ്ടെത്തി, തെറ്റ് ചെയ്തവരെ കണ്ടെത്തി, ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു, രാഷ്ട്രീയ നടപടികൾ എടുത്തു, CPMൽ നിന്നും പുറത്താക്കി, ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏർപ്പെടുത്തി. എന്നാൽ ക്രൈംബ്രാഞ്ച് കുറ്റക്കാരായി കണ്ടെത്തിയ ആളുകളെ മാപ്പ് സാക്ഷിയാക്കി മാറ്റിക്കൊണ്ട് കേസിൽ തങ്ങൾക്കാവശ്യമായ രാഷ്ട്രീയ നേതാക്കളെ പ്രതി ചേർത്തുകൊണ്ട് ഈ കേസിനെ ഒരു കേവലം പൊളിറ്റിക്കൽ കേസാക്കി ചുരുക്കുന്ന തലത്തിലേക്ക് ഈ അന്വേഷണ ഏജൻസി വഴിമാറിപ്പോയി എന്ന ആക്ഷേപമാണ് പൊതുസമൂഹത്തിനുള്ളത്. അതുകൊണ്ട് ഇന്ന് ED സമർപ്പിച്ച കുറ്റപത്രം കൊണ്ടൊന്നും കേരളത്തിലെ സഹകരണ മേഖല ഇല്ലാതാവാൻ പോകുന്നില്ല, CPIM പ്രസ്ഥാനം ഇല്ലാതാവാൻ പോകുന്നില്ല. അതിശക്തമായി ഇന്ന് പൊതുസമൂഹത്തിന് ധാരണയുണ്ട്, EDയെ സംബന്ധിച്ച് ധാരണയുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്ന രീതിയെ സംബന്ധിച്ച് ധാരണയുണ്ട്. നിർഭാഗ്യവശാൽ UDFനാകട്ടെ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ പറ്റുന്നില്ല. നാഷണൽ ഹെറാൾഡിൻ്റെ കാര്യത്തിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എല്ലാം കേസിൽപ്പെടുത്താൻ വേണ്ടി ED ശ്രമിക്കുമ്പോൾ EDയോടുള്ള സമീപനം വേറൊന്ന്. എന്നാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് കുരിശിലേറ്റാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു രാഷ്ട്രീയം പറയേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം മാറുന്നു. അപ്പോൾ ED എന്ന് പറയുന്നത്
ഭരണകൂടത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരു അന്വേഷണ ഏജൻസി എന്നുള്ള നിലയിൽ നിന്നും സത്യസന്ധമായി കള്ളപ്പണം അന്വേഷിക്കുന്ന ഒരു ഏജൻസിയായി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് പൊതുസമൂഹത്തിലാകെ നടക്കുന്ന ചർച്ചകൾ ED ഒരു കേസിൽ പിടിച്ചു എന്നതുകൊണ്ട് ആരും മോശക്കാരായിട്ട് ആരെയും കാണുന്നില്ല. കാരണം EDയുടെ കേസുകൾ അപൂർവമായിട്ട് മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത്. തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കുക, തെളിവ് ശേഖരിക്കാതെ കുറ്റപത്രം സമർപ്പിക്കുക, കുറ്റപത്രം കോടതിയിൽ ചെല്ലുമ്പോൾ തന്നെ തള്ളിപ്പോവുക, EDയെ കോടതി വിമർശിക്കുക, ഇത്തരത്തിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇന്ന് കരുവന്നൂർ ബാങ്ക് ഒരു മടങ്ങി വരവിൻ്റെ പാതയിലാണ്. അവിടെ നിക്ഷേപം തിരിച്ചു കിട്ടാത്ത ആളുകൾക്കെല്ലാം സംസ്ഥാനത്തെ സഹകരണ വകുപ്പ് മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നിക്ഷേപം മടക്കി കൊടുത്ത് ആ ബാങ്കിൽ ധാരാളം പുതിയ നിക്ഷേപങ്ങൾ വരുന്നു. 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ ആ ബാങ്ക് കൊടുക്കുന്നു. തികച്ചും സാധാരണ നിലയിലേക്ക് വന്ന ഒരു സഹകരണ സ്ഥാപനത്തെ നിരന്തരം രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ സ്ഥാപനത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി നിരന്തരം അതിന് മോശം ഇമേജ് ഉണ്ടാക്കി കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ നടക്കുന്ന ഈ നീക്കത്തിനെതിരെ കേരളത്തിലെ സഹകാരി സമൂഹം ജാഗരൂകമാവണം എന്ന ഒരു അഭിപ്രായമാണ് ഇന്നത്തെ കോഓപ് ടോക്സിൽ പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.